ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ജെഡിയു അംഗം സഞ്ജയ് ഝാ നയിക്കുന്ന സംഘത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപി ജോൺ ബ്രിട്ടാസും. ചിറയൻകീഴും വടകരയും ഉൾപ്പെടെ രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ച് രാജ്യത്തിന്ന് ദേശീയ ഭീകരവിരുദ്ധ ദിനാചരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ജെഡിയു അംഗം സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള എംപി ജോൺ ബ്രിട്ടാസും സംഘത്തിലുണ്ട്. 5 രാജ്യങ്ങളാണ് സംഘം സന്ദർശിക്കുക. ശിവസേന എംപി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു പ്രതിനിധി സംഘവും ഇന്ന് യാത്ര തിരിക്കും. അടുത്ത മാസം 5 വരെ 59 എംപിമാർ അംഗങ്ങളായ 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ഉദ്ഘാടന ചടങ്ങ്. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകളും നവീകരിച്ച മാഹി റെയിൽവേ സ്റ്റേഷനും ഇതിലുൾപ്പെടുന്നു. യാത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനങ്ങൾ, വിശ്രമമുറി, ശുചിമുറികൾ തുടങ്ങിയ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയിൽ സംസ്ഥാനം ഏറ്റവും വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിലുണ്ടായ അപാകത അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. കൂരിയാടിനും കുളപ്പുറത്തിനുമിടയിലാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 നിന്ന് ചെളിയും മണ്ണും സമീപത്തെ വീടുകളിൽ ഒഴുകിയെത്തിയിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കി. വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പുതുതായി 30 ക്യാമറകളും 2 കൂടുകളും സ്ഥാപിച്ചു. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന പരാതിയിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷം ജനവാസ മേഖലകളിലെ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് പാലക്കാട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മാത്രം ജില്ലയിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 100ഓളം പേർ കഴിഞ്ഞ 10 വർഷത്തിനിടെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ തന്നെ കണക്ക്. ഇത്രയൊക്കെ ആയിട്ടും ഇത് തടയാൻ ആവശ്യമായ നടപടികൾ ഫലം കാണാത്തതിനുള്ള പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. വന്യജീവി ആക്രമണം കുറയ്ക്കാൻ 10 പുതിയ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനം രാജ്യത്ത് ദേശീയ ഭീകരവിരുദ്ധ ദിനമായാണ് ആചരിക്കുന്നത്. ഭീകരതയും ആക്രമണവും ജനങ്ങളിലും സമൂഹത്തിലും രാജ്യത്താകമാനവും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം ചരമവാർഷിക ദിനമായ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ന്യൂഡൽഹിയിലെ വീർഭൂമിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തും രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചെന്ന ദളിത് യുവതിയുടെ പരാതിയിൽ പേരൂർക്കട സ്റ്റേഷനിലെ ASI പ്രസന്നന് സസ്പെൻഷൻ. GD ചുമതലയിലുണ്ടായിരുന്ന പ്രസന്നൻ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് വ്യക്തമായതായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. നേരത്തെ SI പ്രസാദിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും വെള്ളിയാഴ്ച വരെ അറിയിക്കാവുന്നതാണ്. ഇന്ത്യൻ എഴുത്തുകാരിയും അഭിഭാഷകയും ആക്ടിവിസ്റ്റുമായ ബാനു മുഷ്താഖിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം. ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കന്നഡ ഭാഷയിൽ എഴുതിയ ഒരു കൃതിക്ക് ഇതാദ്യമായാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കണ്ണാടി 2 മുഖദർശനം മ്യൂസിയം ദർശനം പരിപാടിക്ക് ഇന്ന് തുടക്കം. വൈകിട്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വരെ ദിവസവും രാത്രി 8:30 വരെ പൊതുജനങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള കേരള ചരിത്ര പൈതൃക മ്യൂസിയം സന്ദർശിക്കാൻ അവസരമുണ്ടാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഈ മാസം 26-ന് മലപ്പുറത്ത് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരൂരിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഈ മാസം 24 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ പഴശ്ശി അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ഈ മാസം അവസാനത്തോടെ കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജലവിതാനം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. വളപട്ടണം പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറി ഇടുക്കിയിലെ ചതുരംഗപ്പാറ. തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചകൾ സമ്മാനിക്കുന്ന ചതുരംഗപ്പാറയുടെ ദൃശ്യങ്ങളാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സദാസമയവും വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, മലമുകളിൽ കാറ്റിനെ തടഞ്ഞ് ഉയർന്നു നിൽക്കുന്ന കാറ്റാടികൾ, താഴ്വാരത്തിൽ പരന്നു കിടക്കുന്ന ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലനിരകൾ, അങ്ങനെ കാഴ്ചകളാൽ സമ്പന്നമാണ് ചതുരംഗപ്പാറ. ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിൽ വരെ വാഹനങ്ങളിൽ എത്താമെന്നതാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത. ട്രെക്കിങ്ങിനും അനുയോജ്യമാണിവിടം. KSRTCയുടെ ഉല്ലാസയാത്രാ സർവീസും ഇവിടേക്ക് എത്തുന്നുണ്ട്. കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയും ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 688 പോയിന്റ് ഉയർന്ന് 81,872-ലും നിഫ്റ്റി 212 പോയിന്റ് നേട്ടത്തിൽ 24,896-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 220 രൂപ വർദ്ധിച്ച് 8,930 രൂപയും പവന് 71,440 രൂപയുമാണ് ഇന്നത്തെ വില. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് 1 വർഷത്തേക്ക് ടെൻഡർ ക്ഷണിച്ചു. ജൂൺ 3-ന് മുൻപായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് cbcindia.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 9995323557 എന്ന ഫോൺ നമ്പറിലും വിവരങ്ങൾ ലഭ്യമാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂരിലെ ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് ഇന്ന് സമാപിക്കും. നാളെ പുലർച്ചെയുള്ള വിമാനത്തിൽ 169 തീർത്ഥാടകർ ജിദ്ദയിലേക്ക് പുറപ്പെടും. ഈ മാസം 10-നായിരുന്നു കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ വിമാനം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവനിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ചിന്തകനും എഴുത്തുകാരനുമായ S. ഗുരുമൂർത്തി സംസാരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അധ്യക്ഷത വഹിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങൾ പ്രത്യേക ക്ഷണിതാക്കളാണ്. അടൂർ SNIT പോളിടെക്നിക് കോളേജിലെ ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ചിന് കോഴ്സ് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ നിർവഹിച്ചു. ആകാശവാണി, ദൂരദർശൻ കേരള അഡീഷണൽ ഡയറക്ടർ ജനറൽ രാജു വർഗീസ് കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്ത് ജോലി വാഗ്ദാനവുമായി OLX ആപ്പിൽ വ്യാജ പരസ്യം നൽകി തട്ടിപ്പിന് ശ്രമം. ഇത് സംബന്ധിച്ച് തുറമുഖ കമ്പനി അധികൃതർ പോലീസിൽ പരാതി നൽകി. പിന്നാലെ തട്ടിപ്പുകാർ പരസ്യം പിൻവലിച്ചു. തൊഴിൽ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു. സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 62 റോഡുകളുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് മെയ് 16-ന് മുഖ്യമന്ത്രിയുടെ 3 പരിപാടികൾ മാറ്റിവച്ചതെന്നും CM ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനത്തിന് തുടക്കമായി. JDU അംഗം സഞ്ജയ് ഝാ നയിക്കുന്ന സംഘത്തിൽ കേരളത്തിൽ നിന്നുള്ള MP ജോൺ ബ്രിട്ടാസും. ചിറയൻകീഴും വടകരയും ഉൾപ്പെടെ രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ച് രാജ്യത്ത് ദേശീയ ഭീകരവിരുദ്ധ ദിനാചരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.